ഇതൊന്നും ആയിരിക്കൂല രാത്രിത്തെ സെറ്റാണ്. നമ്മ ഇന്ന് ഫുള്ള് കാണിച്ചു കൊടുക്കാം. എന്ത് പണി എന്ത് പണി. Hey guys, #. അപ്പോ ഇന്ന് Day 2. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് അമ്പലത്തിലും പോവാ, പിന്നെ ഇവിടെയുള്ള എല്ലായിടത്തും കാണിച്ചു തരാന്ന് വിചാരിക്കുന്ന രാത്രിത്തെ കാഴ്ചയെല്ലാം. അപ്പോൾ ഇപ്പൊ ഞാൻ എന്താ നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടുള്ള മായിപ്പാടി, നമ്മളെ നാട്. ഓക്കെ, അപ്പോൾ ഇവിടെ തൊട്ടല്ല അങ്ങോട്ടും ഉണ്ട്, അങ്ങോട്ടും കാസർഗോഡ് മൊത്തം ഫുള്ള് ഡെക്കറേഷൻ ഗൈസ്. ഞാനപ്പോ എന്റെ ലുക്ക് കാണിച്ചെടുത്തേ. അപ്പൊ ഗായ്സ്, അപ്പൊ നമുക്ക് രാവിലെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിലൊക്കെയാണ്. നോക്ക് ലുക്ക് നോക്ക്, എടുത്ത പണി നോക്കാമോ. സോ ഞാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ച കാണിക്കാം. അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി നമുക്ക് മൊത്തത്തിൽ ഫുള്ള് ഡെക്കറേഷൻ ലൈറ്റ് ആണ് കാണുമ്പോൾ സെറ്റാണ് ഗൈസ്. എന്താ പറയുന്നപ്പോ സെറ്റാണ്. നമ്മ ഇന്ന് ഫുള്ള് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നില്ല, അവർക്ക് ഒരു എന്ത് യൂസ്ഫുൾ ആയിട്ട് എല്ലാവരും കാണട്ടെ. നമ്മളെ കാസർഗോഡ് കത്തി നിൽക്കുന്ന കാണട്ടെ എല്ലാവരും. ഓക്കെ ഗായ്സ്, അപ്പോ നമുക്ക് എല്ലാം കാണിച്ചു തരുന്നതാണ് ഞാൻ. അപ്പൊ രാത്രിയും കാണിച്ചു തരും, ഇപ്പോഴും കാണിച്ചു തരും. ഓക്കെ, സോ ഞാനിപ്പോ അമ്പലത്തിലേക്ക് പോട്ടെ ഗായ്സ്. എന്താ പറയുന്നപ്പോ സെറ്റ് പോവാ. ഓക്കെ, പാടി. ഇതൊന്നും ആയിരിക്കൂല രാത്രിത്തെ കാഴ്ച പറഞ്ഞാൽ വേറെ തന്നെ ആയിരിക്കും. ഓക്കെ, അത്ര ഗായ്സ്, ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. ഇവിടുന്ന് തന്നെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഗായ്സ്. ഇവിടെ കണ്ടോ, നമ്മളെ മധുറിന്റെ സംഘശക്തി മധൂറിന്റെ കബഡി കളിച്ചിട്ട് ഉണ്ടാക്കിയാണ് ഗൈസ്. കണ്ടോ, ചാമ്പ്യൻസ് ആണ്. ഏടെ പോയതും ചാമ്പ്യൻസും റണ്ണേഴ്സ്, അതിനൊരു കുറവില്ല. ഓക്കെ, കാണിച്ചത് മധുക്ഷേത്രത്തിന്റെ തിരുനടയിലെത്തിയിരിക്കുന്നു. ഗൈസ്, നല്ല തിരക്കുണ്ട്. നമ്മൾ ഉള്ളിൽ കയറട്ടെ. ഓക്കെ, ഭയങ്കര കുളിർമയാണ് ഗൈസ്. എന്താ പറയുന്നത്, ആള് നോക്കും, ക്രൗഡ് നോക്കും. ഇവിടെ തന്നെ കാണുന്നുണ്ട്, നല്ല ആളുണ്ടല്ലേ, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഗൈസ്. തിരക്ക് കുറഞ്ഞോണ്ടിരിക്കാണെന്ന് തോന്നുന്നു അല്ലേ. എന്ത് പണി പണി കൊറേ പണിയെടുത്തിട്ട് വേർത്തി കുളിച്ച് കാണക്കേടാണ് ഗൈസ്. എന്ത് ഹലോ ഗായ്സ്, മധുരിക്ക് പറയൂ. എന്താ കന്നഡത്തുള്ളു മിക്സ് ചെയ്തല്ലോ. നീ എന്താ പറയാൻ മറ്റേ പറ. ശ്രീ 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 മധൂർ ശ്രീ സിദ്ധിവിനായക ദേവസ്ഥാന മധൂർ ഉള്ളിലോട്ട് പോയിട്ട് ഉള്ളിൽ പോയിട്ട് കുറച്ച് കാഴ്ചകളും ഓക്കെ. എന്തായാലും ഞാൻ ഉള്ളിലോട്ട് പോട്ടെ. ഓക്കെ, എന്തായാലും നമ്മളുടെ വോളണ്ടിയർ ആയിട്ട് വരേണ്ടതാണ്. വ്ളോഗ് എടുക്കാൻ വന്നോണ്ട് ഇങ്ങനെ വന്നേ. വീഡിയോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ വന്നില്ല. സെറ്റപ്പ് ആക്കാൻ പറ്റുന്നിടത്ത് എല്ലായിടത്തും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കുളമുണ്ട്, കുളത്തിന്റെ ഉള്ളില് അടിപൊളി ആക്കിയിട്ടുണ്ട്. കട്ടൗട്ടൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും പൊളി ആക്കിയിട്ടുണ്ട്. രാത്രി ഫ്രണ്ടിലേക്ക് എത്തി. ഉള്ളില് മൊത്തത്തിൽ ഇതൊന്നും എന്താ വെച്ചിട്ടും ഫ്രണ്ടിലൊക്കെ ഓല വെച്ചിട്ടാ ചെയ്തിട്ടുള്ളത്. ഇത് അല്ല പോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. വെയിലിനായിട്ടുണ്ടാവും, എനിക്കറിയില്ല. അത് ചൂടില്ലാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും ഗൈസ്, തുറന്നല്ല. അങ്ങനത്തെ ഇവിടെയാണ് ഗണപതിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അല്ല പോ. അതിന്റെ ഉള്ളിൽ ഗണപതി കിട്ടും. വ്ളോഗല്ലായിട്ട് മുമ്പത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവും ഇവിടെ ഒക്കെ അല്ല പോ കാണിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഫുള്ള് ഡെക്കറേഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഫ്ലവേഴ്സ് ഒക്കെ നോക്കി, ഫ്ലവേഴ്സ് എടുത്തു. നടാടാണ്.
ആൾക്കാർക്കൊക്കെ എന്നെ കണ്ടോ മനസ്സിലാവാൻ തുടങ്ങി ആൾക്കാർക്കൊക്കെ എന്നെ കണ്ടോ മനസ്സിലാവാൻ തുടങ്ങി അല്ലേന്ന് ചോദിച്ചിട്ട് പോയിക്കോ. ഹർഷല്ലേ എന്തോ പ്രതീക്ഷിച്ചിട്ടില്ല ഇല്ല മറ്റേ സൺഡേ ഇവിടെ പ്രതീക്ഷിച്ച് വെച്ചിട്ടില്ല പക്ഷെ അത്യാവശ്യം തിരക്കില്ലല്ലോ ഇപ്പൊ കഴിക്കാൻ വേണ്ടി അവിടെ ആയിരിക്കും അപ്പൊ അങ്ങോട്ട് പോകണം. പുറത്ത് ഒരു ഫംഗ്ഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലേ, അപ്പൊ ആൾക്കാർ ആടെ പിന്നെ ഇന്ന് രാത്രി മറ്റേ ആ ചങ്ങായി ശിവമണി ശിവമണി പറഞ്ഞ ചങ്ങായി ഡ്രമ്മിന്റെ പരിപാടി അത് മറ്റേ എയർമന്റെ മറ്റേ ഷോയിലുള്ള ഉണ്ടല്ലേ ഫേമസ് ആവും. അപ്പൊ ഇത് നൈറ്റ് ഷോർട്സ് ഒക്കെ കണ്ടിട്ട് ഓക്കെ അമ്പലത്തിന്റെ പുറകിൽ എന്താണുള്ളത് ഓക്കെ കൊള്ളാം അല്ലേ. എനിക്ക് ഈ വ്യൂ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ നമുക്ക് ഇവിടുത്തെ ഒരു വീഡിയോ എടുക്കണം, എടുത്തരാം, സെറ്റ് ചെയ്യാം, സെറ്റ് ആയിരിക്കും ഇവിടുത്തെ ഒരു വീഡിയോ ഒക്കെ എടുത്താൽ. സ്വന്തം നാടാടോ എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് പോകുന്ന ആൾക്കാരെ എന്റെ വെറുതെ കൊണ്ടല്ല ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് നമുക്ക് അറിയാത്തോണ്ടല്ല. ഓക്കെ ഗൈസ്, എന്തോ ഹോമത്തിന്റെയോ യാഗവും ഹോമം അതിന്റെ രണ്ടോ ഡെക്കറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ ഉണ്ടെന്ന് തോന്നുന്നു, കണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചത് കാശ് ഇന്നത്തെ രാത്രിത്തെ ഓക്കെ. എന്തായാലും പ്രാർത്ഥിച്ചു നമ്മൾ പുറത്തിറങ്ങട്ടെ, കഴിക്കാൻ കഴിക്കട്ടെ. മത്സരം നടക്കുന്നുണ്ട്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതായി ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. കഴിക്കാൻ പോട്ടെ സ്ഥലത്ത് അത്യാവശ്യം തിരക്കില്ലല്ലോ. അപ്പൊ തിരക്ക് അത്രയില്ല. എന്നാലും പോയിട്ടുണ്ടാവും എല്ലാരും കഴിച്ചിട്ട് പോയി. സമയം 3 മണി ആവാനായി കഴിച്ചിട്ട്. അന്ന് വെള്ളം അടിക്കാണ് മറ്റേ പരിപാടി എങ്ങനെയുണ്ട് പറ. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും കഴിക്കട്ടെ അല്ല. അപ്പൊ എന്തായാലും ഇവിടെ എത്തി, പിന്നെ കഴിക്കണം. കുട്ടനുണ്ട്, കുട്ടൻ വലിയൊരു കമ്പി പ്ലെയർ ആണ് ഗൈസ്. കുട്ടന് ഇന്നത്തെ രാത്രി കുറച്ച് ക്ലിപ്സ് ഉണ്ട്, ഞാൻ ഇട്ടരാം. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പൊ കഴിക്കട്ടെ. കഴിക്കാമല്ലോ തന്നെ ചോറ് വയ്ക്കാം. ഗൈസ് അവിടെ ഇരുന്നിട്ട് കഴിക്കേണ്ടത് എത്തിച്ചിട്ടുണ്ട്. ആര് വന്നാലും സദ്യയുണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ല. നാട്ടുകാരുടെ തിരക്കുമില്ല, അത്യാവശ്യം ഇവിടെ തന്നെ കഴിക്കാം. ഇതിലേക്ക് പോകണം, വേറെ പരിപാടി ഉണ്ട്. ഓക്കെ, കഴിക്കട്ടെ. ചോറ് വാങ്ങി, പക്ഷെ ഫുഡ് പോയി. എന്റെ മുണ്ടോ അച്ഛന്റെ മുണ്ടോ അതെന്നെ കൊല്ലു വെച്ച ദൈവമേ, പറയാണ്ട് എടുത്ത് വന്നിട്ട്. ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ. പുഴയിലെ മണ്ണിട്ട് മൂടിയിട്ടാണ് അങ്ങോട്ട് പോയിട്ട് വഴിയാക്കിയിട്ടുള്ളത്. അധികം ആൾക്കാർക്ക് പോവാൻ വേണ്ടിട്ട് ആക്കിയതല്ലേ ഇപ്പോൾ. ടെമ്പററി ആണ്. ഓക്കെ, പറ പരിപാടി എങ്ങനെ? പരിപാടി ജോറല്ലേ, നമ്മൾക്ക് വാട്ടർ സപ്ലൈന്റെ ചാർജ് ആണ്, അതുകൊണ്ട് അടിപൊളി ആയിക്കൊണ്ട് ഇപ്പൊ ഞാൻ ഊണേക്കാൻ പോന്ന. ഓക്കെ, വെസ്റ്റിറ്റ് ചെയ്യുന്നുണ്ടാവില്ലല്ലേ? പിന്നെ എത്ര വർക്കാണ്, എത്ര 1 മാസമായി വർക്ക് എടുക്കുന്നത്, 1 മാസം. ഓക്കെ, ബൈ.
കഴിച്ചു. ഇനി ഇറങ്ങണം, നമുക്കൊരു സ്ഥലം വരെ പോകണം. വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട്, വേറെ കുറച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ പോകണം. ഇവിടുന്ന് എന്തായാലും ഇറങ്ങട്ടെ. പിന്നെ നമുക്ക് രാത്രി വരാം. രാത്രി മൊത്തത്തിലുള്ള ഫുള്ള് കാഴ്ച എല്ലാം കാണിച്ചു തരാം. രാത്രിയൊക്കെ അടിപൊളി. ഓക്കെ, ഞാൻ അപ്പൊ പോട്ടെ. ഓക്കെ, രാത്രി കാണാം. ഞാൻ രാവിലെ തുടങ്ങിയടുത്ത് തന്നെയാണ് ഇപ്പൊ തിരിച്ചെത്തിയിട്ടുണ്ട്. അല്ല അപ്പോ അതാണ് അപ്പോടെ കുറച്ച് പണിയിലുണ്ട്. ഓക്കെ ഗായ്സ്, ഞാൻ ഇവിടെ കാണിച്ചിരുന്ന പറഞ്ഞാൽ കാണിച്ചു തന്നിരിക്കും. അപ്പൊ രാത്രിത്തെ കാഴ്ചകൾ എങ്ങനെ കളർഫുൾ ആയിട്ട് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ സോ നമ്മ അങ്ങോട്ട് പോവാ ഗായ്സ്. പോകുമ്പോ കാഴ്ച കാണിച്ചു തരാം. ഇവിടെ കണ്ടിട്ടില്ല നിങ്ങള് രാത്രി? ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും നമ്മ പോവാം കാഴ്ചകൾ കാണാൻ. നമ്മളിവിടെ എത്തി. നമ്മൾ അപ്പുറത്തെ പോകുന്ന അപ്പുറത്തെ കാഴ്ച വരുന്നോണ്ട് എടുക്കാൻ പറ്റേ. ഇതിലെത്തുമ്പോഴായ ഭയങ്കര ഒരു മുതുക്കു എന്നാ പറയാ. എല്ലാം കാഴ്ച വന്ന വണ്ടിയാണ്. ഫ്ലാഗ് ഇട്ടിട്ട് ഇതെല്ലാം ഇന്ന് കാഴ്ച വന്ന വണ്ടിയാ. ഇനിയും വരുന്നുണ്ട്, അപ്പുറത്തെ കുറെ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് എവിടുത്തെ കാഴ്ച? കാസർഗോഡ് അങ്ങനെ അങ്ങനെ എല്ലായിടത്തും ഉണ്ട്, കുറെ സ്ഥലത്തുണ്ട്. ഓക്കെ, അവിടെ സാധന സാമഗ്രികൾ തലമുറയിൽ ഇറക്കി വെക്കുന്നതിന് വേണ്ടി ഇതൊരൊന്നര കഴിച്ചിട്ടല്ലേ. എന്റെ വീഡിയോ എടുക്കുന്ന മുടക്കിയിട്ട് കഴിച്ചാലോ. തിരക്ക് കുറെ കഷ്ടപ്പെട്ട് കഴിച്ചു. ഭയങ്കര തിരക്ക് എല്ലാ ആളുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. ഏതാ സീനല്ലേ അപ്പൂ, എല്ലാ ആളുണ്ട്. ഒരു പൊക്കോട്ടാവട്ടെ അതല്ലേ യാഗത്തിന്റെ പുറത്തിറങ്ങി സ്റ്റേജിന്റെ അങ്ങോട്ട് ഭാഗത്ത് പുറത്തിറങ്ങി. അത് തിരക്കുണ്ട്, ഇവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. സ്റ്റേജിൽ രണ്ട് സ്റ്റേജുണ്ട്, നമ്മൾ അങ്ങോട്ട് പോട്ടെ. സെറ്റ് സാധനം ഇത് കണക്കത്തെ റോഡിലെവിടെയെങ്കിലും ഇടണായിരുന്നു. ഉണ്ടല്ലോ ഉണ്ട്, എന്നാലും ഇതേപോലെ സെറ്റപ്പ് ആക്കി ഇടണായിരുന്നു. വരുന്ന വഴിക്ക് എന്റെ കഴിഞ്ഞ വകയിലാണ് ലച്ചുവിന്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് ഗൈസ്
പറ പരിപാടി ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളെ പരിപാടി ഉണ്ട്, ഡാൻസ് ഉണ്ട് 9 മണിക്ക്. ഓക്കെ, ഏത് സ്റ്റേജിലാ? ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും കാണിച്ചു തരാം. ടാറ്റ പറ, ടാറ്റ പറ. നമുക്ക് കിട്ടിയിരിക്കുന്നു ശിവമണി ഗൈസ്, കാണിച്ചു തരാം. നടന്നു പരിപാടി. പരിപാടി എന്താ പേര് അങ്ങനെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്നായിരുന്നു ഡാൻസ് ആണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഡാൻസ് ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് സ്റ്റേജ് തന്നെ, ഫസ്റ്റ് സ്റ്റേജ് അല്ലേ? ഓക്കെ ഗൈസ്, നേരത്തെ കണ്ട പിള്ളേരുടെ ഡാൻസ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. പരിപാടി എത്തിച്ചോ, പരിപാടി വൈബ്. പിന്നെ ശിവമണി സാർ പൊളിച്ച് അമ്പാനി മൂഡ് വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബ്. പിന്നെ ആൾക്കാരെല്ലാം ഭയങ്കര ഉണ്ടായി, നല്ല രസം ഉണ്ടായി. അതുകൊണ്ട് ടോട്ടലി പരിപാടി എന്ന് പറഞ്ഞെങ്കിലേ പറയാനൊന്നുമില്ല.
നല്ല പരിപാടി. അപ്പൊ ഇതുവരെ പറഞ്ഞോണ്ടേ നമ്മ തവള തീച്ചോണ്. ദീച്ചുവിന് അച്ഛന് സ്വന്തമായിട്ട് ഒരു ലോറി ഉണ്ട് അല്ലെ ദീച്ചു പറഞ്ഞോടുക്ക്. ആ ബാക്കിലിരിക്കുന്ന കോയിമന്റി. ഓക്കെ ഗൈസ്, എന്തായാലും തീരു പരിപാടി. ഇനി 12 ദിവസം കൂടെ തന്നെ. ഓക്കെ, 12. പിള്ളേരുടെ ഡാൻസ് ആണെന്ന് പറഞ്ഞു. പിള്ളേരെ കാണാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, പൊളിക്കൂലേ പരിപാടി? അവരെ കണ്ടു. അവരെ പരിപാടി 5-ാം മാസത്തിലാണ്. അപ്പൊ അതിന്റെ നമുക്ക് കഴിക്കാല്ലേ. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഓക്കെ, കഴിക്കുന്ന തോന്നുന്ന സ്ഥലത്ത് ഒരു അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. നല്ല ഡെക്കറേഷൻ ആയിട്ട് ഗൈസ്. എന്തായാലും കൊള്ളാം. ഫുഡ് കഴിച്ചിട്ട് ഹർഷ കുറച്ച് പോയി തരം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അവന് പിള്ളേരെ കാണുന്നത് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഇനി നേരെ നമ്മള് പിള്ളേരെ ഡാൻസ് നോക്കാൻ പോയല്ലോ. അവിടെ പോവാ ഗൈസ്. എന്നിട്ട് അവരെ ഡാൻസ് ആയിനോ ഇല്ലയോന്നല്ല അറിയില്ല ഗൈസ്. അവിടെ എത്തിയപ്പോഴത്തേക്കും കൊറേ വെയിറ്റ് ആക്കി. അപ്പുറത്തെ ഒരാൾക്ക് കഴിയുന്ന അവരെ കാണുന്നില്ല. 5-ാമത്തെല്ലാം കഴിഞ്ഞ് നമ്മള് പോയിട്ട് കണ്ടില്ല ഗൈസ്. ഉള്ളിൽ പോയി നോക്കി. പോട്ടെ, സാരില്ല. ഏതായാലും പുറത്തേക്ക് ഒന്ന് പോട്ടെ ഗൈസ്. ഓക്കെ, ചെരുപ്പ് പിന്നെ അവസാനം ചെരുപ്പ് കാണാനപ്പോഴൊക്കെ പേടിയായി പോയി. അപ്പത്തെ കാണുന്ന കാണാണ്ടായപ്പോഴും ടെൻഷനായി ഗൈസ്. ഓക്കെ, കിട്ടി എന്തായാലും. പോട്ടെ എങ്ങോട്ടെങ്കിലും. പിള്ളേരുടെ ഡാൻസ് ആടിന് കാണാൻ പറ്റില്ല. ഇവിടെ കണ്ടു ഗൈസ്. ഓക്കെ, ഞാനെന്തായാലും അവിടെ എത്താൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, പാഞ്ഞിട്ട് പോന്നാടാ ഡാൻസ്. എടുത്ത വീഡിയോ സ്പോയിലാവെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിക്കൊണ്ട് പോകുന്നത്. കിട്ടുമോ എന്തോ. ഹർഷക്ക് വീഡിയോ എടുക്കാൻ കിട്ടി guys, കിട്ടി. എന്തിന്റെ കൊള്ളാം മക്കളെ, കൊള്ളാം. നോക്കോട്ടും വയ്യാന്ന് തോന്നുന്നു കളിച്ച് കളിച്ചിട്ട്. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി. പിന്നെ എന്താ പരിപാടി എന്നൊരു ഐഡിയ ഇല്ല. ഞാൻ അങ്ങോട്ടേക്കൂടെ കുറച്ച് റോമിങ് അറൗണ്ട് ആയിട്ട് പിന്നെ നമുക്ക് നേരെ തുറക്കാട്ടിൽ പോകും. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും കുറച്ചങ്ങോട്ട് നടക്കട്ടെ. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മ ഒരു സീന് കാണിച്ചത്. അതിപ്പോ എന്താണ് ആ സീന്? 2 അല്ല 3-ാമത്തെ പ്രാവശ്യം കാണു. 3-ാമത്തെ പ്രാവശ്യം കഴിച്ചിട്ട് ഒരു ചെക്കൻ ഒരു അച്ചാറിന്റെ ഒരു പീസ് എടുത്തതിനാണ് തെണ്ടി തരം കാണിക്കുന്നത്. ചേറ്റാ പാട്ടി വിശന്നിരുന്നില്ല. അത് എത്ര 3-ാമത്തെ പ്രാവശ്യം അല്ലേണോ? 2-ാമത്തെ. 2 ബാക്കി 3-ാമത്തെ പ്രാവശ്യം കഴിക്കുന്നുണ്ട്. സമയം 12 മണിയായി. ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഈ വീഡിയോ ഞാൻ വൈകിട്ടപ്പോക്കട് ഗൈസ്. ഇന്നത്തെ ദിവസം പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണക്ക് എന്റെ ഞാൻ പൊളിച്ചു എന്ന് പറയും. ഓക്കെ, അപ്പോ അതെ, ഞാൻ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇനി അടുത്തൊരു വ്ളോഗിൽ അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.